ഹലോ, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ മാസ് ഫാമിലി. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, ഞാൻ എവിടേക്കും പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പം ഇന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്ത് സമയം അങ്ങനെ പോയി. അപ്പോൾ കുറച്ച് പൂവുണ്ടായിരുന്നു, 2-3 വാഴ ഉണ്ടായിരുന്നു, അതൊക്കെ കുഴിച്ചിട്ടായിരുന്നു കേട്ടോ. കൃഷിയൊന്നും അറിയൊന്നുമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുറച്ചൊക്കെ കുഴിച്ചിട്ടു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് നനഞ്ഞ മണ്ണ് കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമല്ലേ. എന്താ വെച്ചാൽ ഇങ്ങനെ വെറുതെ കളക്കി എന്തെങ്കിലുമൊക്കെ കുഴിച്ചിടുക. ചിലതൊക്കെ അങ്ങനെ ചിലർക്കൊക്കെ ഉണ്ടാവില്ലേ നനഞ്ഞ മണ്ണ് കാണുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ. പക്ഷേ കുറച്ചൊക്കെ നമ്മളിങ്ങനെ എടുക്കാത്ത പണികൾ എടുക്കുമ്പോൾ കയ്യിനും കാലിനൊക്കെ വേദന അങ്ങനത്തെ സംഭവിക്കും. അപ്പോൾ അധികം നടക്കില്ല, എന്നാലും കുറച്ചൊക്കെ ഇങ്ങനെ കൊത്തി കളിച്ചിട്ട് കുറച്ചൊക്കെ തന്നെ വെച്ച് പിടിപ്പിക്കും കേട്ടോ. അങ്ങനെ ഇതവിടെ ഒരു കറിവേപ്പിൻ തൈ, ഇത് കുറേ ദിവസമായിട്ട് ഈ വഴുതന തൈ ഞാൻ അവിടെ കുഴിച്ചിട്ടിട്ട്, പക്ഷെ അത് പുഴുക്കൾ തിന്നെയാണ്. അപ്പോൾ പുഴു വരാതിരിക്കാനുള്ള മരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബിലൊന്ന് കമൻറ്റ് ചെയ്യട്ടോ, എനിക്ക് അതിനുള്ള മരുന്നടിക്കാമല്ലോ. അപ്പോൾ ഇവിടെ കണ്ടോ, കൂവയൊക്കെ ഇവിടെ ഞാൻ കുറേ കുഴിച്ചിട്ടോ. പിന്നെ ഇപ്പോൾ മഴ അങ്ങനെ പെയ്ത് വരുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ കൃഷിയൊക്കെ കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് അയില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയിലയുടെ തലക്കറി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ കുറച്ച് തലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള ഉള്ളി വഴറ്റി, പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി തക്കാളി എല്ലാം കൂടി ഞാൻ അതിലിട്ടിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ഈ വലിയ മീനിൻ്റെ തലക്കറിയൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ. ഞാനിങ്ങനെ അയില, മത്തി, അതൊക്കെ അങ്ങനത്തെ മാന്തൽ, വെത്തൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് അയിലയാണ് കിട്ടിയ, അയിലയുടെ തലക്കറിയാണ് കഴിക്കാൻ പോണത്. അപ്പോൾ അത് കൂട്ടിയിട്ട് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. നിങ്ങളെങ്ങനെയാണോ തലക്കറി വയ്ക്കുന്നത് വെച്ചാൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ, കമൻ്റായിട്ട് മതി. തലക്കറിക്കുള്ള ഉള്ളിയൊക്കെ വഴഞ്ഞ് വന്ന് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചേർത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് വെട്ടിത്തിളക്കട്ടെ കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഞാനത് എടുക്കുന്നതിൻ്റെ മുന്നേ കറണ്ട് പോയിട്ട്, അപ്പോൾ ഞാൻ മൊബൈലവിടെ ഓഫാക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഈ തലക്കറി ഇഷ്ടം ഇങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങൾ തലക്കറി ഉണ്ടാക്കണമെന്ന് വിചാരിക്കും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 2 കഷ്ണം മീൻ. അപ്പം നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അതും കൂട്ടിയിട്ടൊന്ന് ചോറിനിട്ട് വരാം കേട്ടോ. സമയം ഇപ്പോൾ 1:30 ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.